ജാഫ്രിക്ക, അകത്ത് ജാസോള്, പിന്നെ അവർക്ക് കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് ബിഗ് ബോസ്. ഇപ്പൊ ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ പൂട്ടാൻ എങ്ങനെയൊക്കെ ആയാലും ഈ മൂന്ന് കൂട്ടരും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും കൂടി കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പറയാം. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക്, കമന്റ്, നോട്ടിഫിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബിഗ് ബോസ് ഹൗസിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ അനുസരിച്ച് നമുക്ക് പുറത്ത് ജനങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നതിന് ഭയങ്കര അന്തരം ഉണ്ടായിരിക്കും. ജാസ്മിന്റെയും ജിൻഡോയുടെയും കാര്യത്തിലാണെങ്കിൽ ഒരു ആനയുടെയും ഉറുമ്പിന്റെയും ഒരു ഉദാഹരണം നമുക്ക് പറയാൻ പറ്റും. അത്രയും മാത്രം സപ്പോർട്ട്, അതായത് 90% ആളുകളും ജിൻഡോയെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അത് നമുക്ക് എല്ലാവർക്കും വളരെ എവിഡന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ജാസേച്ചി എന്ന് പറയുന്നത് ഈ 10% പിടിച്ച് കുറെ നാളുകളായി. അപ്പൊ ജാസ്മിനെ കുറിച്ച് ഞാൻ ഇന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും പറയും ജാസ്മിൻ ഭയങ്കര സ്ട്രോങ് പ്ലെയർ ആണ്, എന്ത് കാര്യങ്ങളും മുഖത്ത് നോക്കി പറയും എന്ന് പറയുമ്പോഴും ഇന്നലെ എന്താ മക്കളെ, ഇന്നലെയാണ് നമ്മൾ ലൈവിൽ കണ്ടത്, ജാസേച്ചി ഇരുന്ന് ജിൻഡോനെ കുറ്റം പറയാ. എന്നാ ജിൻഡോനെ കുറ്റം പറയാനായിട്ട് ഒരു കാരണം ഉണ്ടാവും? ഒരു കാരണമില്ല. കുക്കിങ്ങില് എന്തോ കാര്യങ്ങള് ജാസേച്ചി മലമറിച്ചെന്നും ജിൻഡോ ചെയ്തില്ലെന്നും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ കുക്കിംഗ് ഒട്ടും ചെയ്തില്ല, കിച്ചണിൽ പോലും കേറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ പണിഷ്മെന്റ് കൊടുത്ത വ്യക്തിയാണ് ജാസ്മിൻ. ആ ആളാണ് പണിയെടുക്കുന്നത്. ഈ കുറ്റം പറയുന്ന സമയത്ത് പോലും ജിൻഡോ കിച്ചണിൽ വർക്ക് ചെയ്യുന്നത് ലൈവില് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തൊരു വിരോധാഭാസം അല്ലേ? 4 ആളെ കൂടി കുത്തിയിരുത്തി ജിൻഡോക്കെതിരെ പർപ്പസ്ഫുള്ളി വേണ്ടാത്ത കാര്യങ്ങൾ പറയുന്ന ജാസ്മിൻ. അതുപോലെ തന്നെ പല കമന്റ്സ്, പല വീഡിയോകള്, കുറേ വിഷമങ്ങൾ നമുക്ക് കാണാം. ജിൻഡോ 1-2 ദിവസമായിട്ട് ഭയങ്കര ഡൗൺ ആണ്, ജിൻഡോയ്ക്ക് കാലിന് വേദന ഉണ്ടെന്ന് പറയുന്നു. പല ആളുകളുടെയും ഒരു ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് ബോസ് അണ്ണൻ എന്തെങ്കിലും മെഡിസിൻ ഒക്കെ കൊടുത്ത് ജിൻഡോയെ പർപ്പസ്ഫുള്ളി താഴ്ത്തുന്നുണ്ടോ അല്ലെങ്കിൽ തകർക്കുന്നുണ്ടോ എന്നൊക്കെ പല സംശയങ്ങളും. കാരണം അതാണ് നമ്മുടെ ബിഗ് ബോസ് അണ്ണന്റെ ഒരു ഹിസ്റ്ററി. ഒരു വ്യക്തിയെ തകർക്കണം എന്ന് തോന്നിയാൽ എന്ത് നെറികേട് ചെയ്തും അത് ചെയ്യും. അതാണ് ആളുകൾക്ക് ആ ഒരു എന്താ പറയാ ടെൻഷനും, ആ ഒരു ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടോ, ഇതിപ്പോ നടക്കുന്നില്ലേ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ജിൻഡോ പറയുന്നുണ്ട് ജിൻഡോ എന്തോ മെഡിസിൻ കഴിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ജിൻഡോ പുറത്തിറങ്ങി വന്ന് താൻ എന്താ കഴിച്ചതെന്ന് അറിയാതെ നമുക്കതൊന്നും എന്താ പറയാ കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ ലൈവില് കാണുന്ന കാര്യങ്ങള് നമ്മൾ അങ്ങോട്ട് അപ്പാടെ വിഴുങ്ങണ്ട. കാരണം ബിഗ് ബോസ് അണ്ണന് അറിയാം എന്ത് കാര്യങ്ങൾ ജനങ്ങളെ കാണിക്കണ്ട എന്നുള്ളത്. അപ്പൊ ജിൻഡോ ചെയ്യുന്ന ചിലപ്പോൾ അടിപൊളി കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ടായിരിക്കാം. അതൊരു പക്ഷെ നമ്മുടെ മുന്നിലോട്ട് വരാത്തത് കൊണ്ടാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും നല്ല ശക്തമായി നിങ്ങളുടെ വോട്ടുകൾ അങ്ങോട്ട് ജിൻഡോയ്ക്ക് കൊടുക്കുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താ പറയാ നമ്മുടെ മാക്സിമം സപ്പോർട്ട് അവിടെ കൊടുക്കുക. ജിൻഡോയുടെ കാര്യം കൃത്യമായി ചെയ്തോളും. നമ്മൾ പറയത്തില്ലേ, പുലി പതുങ്ങുന്നത് പേടിച്ചിട്ടൊന്നുമല്ല, കുത്തിക്കാനാണ്. അപ്പൊ നമുക്കറിയാം നെക്സ്റ്റ് വീക്ക് ടിക്കറ്റ് ഫിനാലെയാണ്. അപ്പൊ ജിൻഡോ ബ്രോ മേ ബി ഒരു റെസ്റ്റ് ഒക്കെ എടുത്ത് സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് വരാൻ വേണ്ടി ഇരിക്കുമായിരിക്കും. സത്യത്തില് എന്താണ് ബിഗ് ബോസ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് നോക്കാം. എല്ലാ ക്യാമറകളും 24 മണിക്കൂറും ജാസ്മിന്റെ പുറകെ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ജാസ്മിനെ ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവന്ന് കാണിക്കണം, ജാസ്മിനെ എങ്ങനെയെങ്കിലും വിന്നറാക്കണം. അത് ഉറപ്പായിട്ടും നമ്മുടെ ബിഗ് ബോസ് അണ്ണന്റെ ഒരു ആഗ്രഹം തന്നെയായിരിക്കും. ഞാനിത് വെറുതെ പറയുന്നില്ല കേട്ടോ. ഒരു തെളിവുകളൊന്നുമില്ലാതെ നമുക്കൊരു കാര്യം പറയുമ്പോൾ അതൊരു ശരിയല്ലല്ലോ. അപ്പൊ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം തന്നെ ജയിൽ നോമിനേഷൻ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ജാസ്മിൻ എന്താണ് കാണിക്കുന്നത്? ഓഫ് കോഴ്സ് കണ്ടന്റിന് വേണ്ടിയിട്ട് അഭിഷേകിന്റെ പിറകിക്കോടെ നടന്ന് അഭിഷേകിനെ ചൊറിയ, ഒരു ആവശ്യമില്ലാതെ ചൊറിയ. ആ ടാസ്ക് കഴിഞ്ഞു, അത് അങ്ങോട്ട് കഴിഞ്ഞു. എന്നിട്ട് അതിൽ നിന്ന് ഒരു വാക്കെടുത്ത് കൊണ്ടുവന്ന് അഭിഷേകിനെ ചൊറിയാൻ നിന്നു. അഭിഷേക് നന്നായി ഊക്കി വിട്ടെന്ന് പറഞ്ഞാൽ നന്നായി കിട്ടി കൊച്ചിന്. നല്ല വയറ് നിറച്ച് അഭിഷേക് കൊടുത്തായിരുന്നു. എന്തുകൊണ്ടാണ് ജാസ്മിന് ഈ സ്ഥിതി വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒട്ടും ജെനുവിൻ അല്ലാത്തൊരു പേഴ്സൺ അതിന്റെ പേരിലാണ്. പക്കാ ഫേക്ക് എന്ന് പറഞ്ഞാൽ പക്കാ ഫേക്ക് ആണ്. കാരണം സ്വന്തം പാരന്റ്സ് പോലും ബിഗ് ബോസ് ഹൗസിൽ വന്ന സമയത്ത് ആ മാല ഊരി മേടിക്കുന്നു, ഫോട്ടോ എടുത്ത് മേടിക്കുന്നു. ഇതൊക്കെ കഴിയുമ്പോൾ ജാസ്മിന് മനസ്സിലായി എന്താ ഇതിലും ഉറപ്പായിട്ടും നല്ല ഇഷ്ടം പോലെ ഗ്ലൂ ഒക്കെ കൊടുത്ത് കാണുമായിരിക്കും. അപ്പൊ തന്നെ പുള്ളിക്കാരത്തേക്ക് മനസ്സിലായി താൻ ചെയ്തതൊന്നും ജനങ്ങൾക്ക് പിടിച്ചിട്ടില്ല. ഇങ്ങനെ പോവാന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് കപ്പിന്റെ വിന്നർ കപ്പ് പോയിട്ട് ടോയ്ലറ്റിൽ നിന്ന് ഒരു കപ്പ് പോലും കിട്ടില്ല എന്ന് മനസ്സിലായപ്പോ അന്ന് തന്നെ നമ്മുടെ ഗബ്രീനെ പടിയടച്ചങ്ങ് പിണ്ടം വെച്ചു. പിന്നെ ഗബ്രിയെ 24 കിടക്കുന്നതിന് മുമ്പ് എന്റെ ഗബ്രിയെ കാണുമ്പോ ഗബ്രിയെ നിനക്കറിയോടാ ഇന്ന് സംഭവിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞ് ഗബ്രിയുമായി ഭയങ്കര ഒരു എന്താ പറയാ അത്രയ്ക്കും തീവ്രമായ ഒരു സ്നേഹബന്ധമുണ്ടായിരുന്ന ജാസ്മിൻ ഒറ്റ നിമിഷം കൊണ്ടാണ് ഗബ്രിന്റെ അടുത്ത് കുപ്പത്തൊട്ടിയിലിട്ടത്. അതാണ് ജാസ്മിൻ.
അതായത് നമ്മൾ ഈ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പൊക്കെ ഉണ്ടല്ലോ ജാസ്മിന് ട്വിസ്റ്റ് ആകാൻ പറ്റും എന്ത് കാര്യം. അപ്പൊ നിങ്ങൾ ആലോചിക്കുക എത്ര ഫേക്ക് ആയിട്ടൊരു പേഴ്സൺ ആണല്ലേ. ഇതൊക്കെ നമ്മൾ കാണുന്നത് കൊണ്ട് തന്നെയാണ് ഈ വക ഉഡായ്പ കേസുകെട്ടുകളൊന്നും ജനങ്ങൾ ഇഷ്ടപ്പെടാത്തതും ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന് ഒരു സപ്പോർട്ടും കിട്ടാത്തത്. ഞാൻ സപ്പോർട്ട് ചെയ്യില്ല കേട്ടോ ഈ വക കേസുകെട്ടുകളൊന്നും ഈ വക പീസുകളൊന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ നേരമില്ലാനും. ജാസോളും ബിഗ് ബോസ് അണ്ണനും എന്തൊക്കെയാണ് ജിൻഡോയ്ക്കെതിരെ ചെയ്യണേന്ന് ഒരുവിധം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ പുറത്തുള്ള ആളുകളെ, അതായത് യൂട്യൂബേഴ്സിനെ അല്ലെങ്കിൽ ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെയൊക്കെ അടിച്ചമർത്താൻ വേണ്ടി കേസുകെട്ടുകളൊക്കെ ആയിട്ട് ജാഫ്രിക്ക ഇറങ്ങിയ കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. ഒരു കാര്യമില്ല കേട്ടോ, ഒരു തേങ്ങ നടക്കാൻ പോണില്ല. കാരണം വെറുതെ കുറച്ചും കൂടി വാങ്ങിക്കൂട്ടുക എന്നല്ലാതെ ഇതിലൊന്നും ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാവരും ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ജിൻഡോയ്ക്ക് വോട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ചില ഇഷ്ടങ്ങളും ചില കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക. പക്ഷേ ആരാണ് ഏറ്റവും നന്നായി ഗെയിം കളിക്കുന്ന ആ പേഴ്സൺ തന്നെയാണ് ഈ കപ്പടിച്ച് ബിഗ് ബോസ് ഹൗസിന്റെ വിന്നർ ആകേണ്ടത്. ഇപ്പൊ ജാസെറ്റിയുടെ പുതിയ സ്ട്രാറ്റജി എന്താന്ന് മനസ്സിലായില്ലേ? പ്രദൂഷണം പറയലും കണ്ടന്റിന് വേണ്ടി തെണ്ടി അടക്കലും. ഈ കണ്ടന്റും പിടിച്ചോണ്ട് നടക്കല്ല, സോറി, ഈ സ്ട്രാറ്റജിയും പിടിച്ചോണ്ട് നടക്കുകയാണെങ്കിൽ ജാസേറ്റിയുടെ വള്ളം എവിടെ പോയി ചേരുന്ന് കണ്ടറിയേണ്ടി വരും. ജാസ്മിനോട് എനിക്ക് പറയാനുള്ളത്, ഈ ഊള സ്ട്രാറ്റജി അല്ല, ഇതുക്കും മേലെ എടുത്താലും ജനങ്ങള് നിങ്ങളെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. ശ്രമിച്ചോളൂ കേട്ടോ, ശ്രമിച്ചുകൊണ്ടേയിരിക്കൂ. ഇനി 2-3 ആഴ്ചയും കൂടി ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും. തന്നെ നല്ലൊരു വീഡിയോയുമായി തിരിച്ചു വരാം. സബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, കുറെ ദിവസമായി ഞാൻ ഈ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ.